ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു മോഡലിന്റെ പിന്നെ ഞാൻ പലതും വിചാരിച്ച് കഴിഞ്ഞു. ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഷൂട്ടിന് വേണ്ടി പോയിട്ട് നല്ല കുലുങ്ങിയാണ് പോകുന്നത്. സോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ വിശന്ന്. പിന്നെ രാവിലെ തന്നെ ആണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞാനൊരു പുട്ടും അതേപോലെ അതിന് കൂടെ മീൻ കറി അടിച്ചു. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഇതാ ഒരു വീട്ടിൽ വെച്ചായിരുന്നു നമ്മുടെ ഷൂട്ട്. അപ്പോൾ ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ഇത് നമ്മുടെ എന്താ പറയുക, ഈ ക്ലയൻറ്റിൻ്റെ വീടെന്തോ ആണ് സംഭവം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ മേക്കപ്പൊക്കെ തുടങ്ങണം. അപ്പോൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എൻ്റെ അപ്പുറത്തിരിക്കുന്നത്. കണ്ടോ, ഒരു കുറുമ്പ് പെണ്ണായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി സന്ദർശിച്ച് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കൂടുതൽ സമയം ഉണ്ടായിരുന്നില്ല, 3 ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയറാണ് ചെയ്തത്. ആണല്ലേ, പുക പാറുണ്ട് ഗൈസ്, മുടിമൊന്നും കൂടുതലാ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ എൻ്റെ അതേ വൈബുള്ള ഒരാളായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേപോലെ സംസാരിച്ച് ഭയങ്കര കോമഡി ആയിട്ട് ഫണ്ണി ആയിട്ടായിരുന്നു നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത്. എനിക്ക് എന്നെ നോക്കി നിൽക്കാൻ നേരമില്ല. എത്ര പെട്ടെന്നാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം ഫൈനലായി. സോ ഈ ലാസ്റ്റ് നമ്മുടെ ഹെയർ ഫസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി ഹെയർ ഒന്ന് നമുക്ക് ഒരു മോഡേണാക്കി എടുക്കേണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് ചെയ്യാണ്. ഫ്രണ്ടൊക്കെ കുറച്ച് കേളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനാണല്ലേ കോമ്പോ തിരിഞ്ഞില്ലതാ ഒക്കെ എടുത്തിങ്ങനെ വാർന്നോട് ഇവിടെ ആ എടുത്തോണ്ട് ഒരു തല എൻ്റെ താണ് പിള്ളേർ കഥ. പിന്നെ ഞാൻ പലതും വിചാരിച്ച് കഴിഞ്ഞു. പൊന്തിട്ട് പൊങ്ങി 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 ഇങ്ങനെ വെച്ചിട്ട് രസമുണ്ട് രസമുണ്ട്. അങ്ങനെ മതി. പള്ളയെ പൈസ മതി മോളെ ചെയ്തോട്. ഡാർക്ക് ഫാൻറ്റസിയാണ് ഗൈസ്. തിന്നടേ പള്ളയെ പൈസ കാണോ? ആണോ? അല്ലെങ്കിൽ തരാൻ പോണില്ല. ഫൈനലി ലുക്ക്. നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതാണ്. ഞാൻ കോസ്റ്റ്യൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കോസ്റ്റ്യൂമിലാണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അവരെ നമ്മൾ വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ മുകളിലാണ് ഷൂട്ട് എടുക്കുന്നത്, ഈ വീടിൻ്റെ മുകളിൽ. അപ്പോൾ ഇതാ നമ്മളിത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഷൂട്ടിൽ നിന്ന് കാണാം. അപ്പോൾ അവൾ എൻ്റെ എൻ്റെ ചെയിനൊക്കെ ഇങ്ങനെ റെഡിയാക്കി തരുവാണ്. അതിൻ്റെ കല്ലും മുത്തൊക്കെ ഇങ്ങനെ നേരാക്കി തരുവാണ്. ഇപ്പം നമ്മുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എന്താണ് അവരവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഓഫീസ് ലുക്കാണ് എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് കോസ്റ്റ്യൂമിൽ. സോ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ഇതാ ഇവിടെ തീരും കേട്ടോ. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു മോഡലിന്റെ കഷ്ടപ്പാടുകൾ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങൾ നന്നായിട്ട് വിശന്നിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് തന്നെ മാറ്റി മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ്. അപ്പം നമ്മൾ കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടില്ല, നമ്മൾ വെയിറ്റിംഗ് ആണ്. നെക്സ്റ്റ് കോസ്റ്റ്യൂം ആണ് ഗൈസ്. അതിനുണ്ട് ഷിൻട്രി രണ്ടുപേര് നമ്മുടെ അടുത്ത കോസ്റ്റ്യൂമാണ് ഈ കാണുന്നത്. ഇതിലാണെങ്കിൽ എനിക്ക് എന്താ പറയാൻ അറിയില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഈ ഒരു ഔട്ട്ഫിറ്റും അതേപോലെ മേക്കോവറും എല്ലാം തന്നെ അടിപൊളിയായിരുന്നു.
സോ നമ്മുടെ രണ്ടാമത്തെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഷൂട്ടെല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ ഇത് അടുത്ത കോസ്റ്റ്യൂമാണിത്. എങ്ങനെ ഇത് ലാസ്റ്റ് കോസ്റ്റ്യൂമാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പോവാം. അപ്പോൾ ഇതാണെങ്കിൽ ഔട്ട്ഡോറും ആയിരുന്നു കേട്ടോ. സോ ഞാൻ വോക്ക് ചെയ്യാണ് ജസ്റ്റ് അവർ ക്ലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ പോവാണ്. മീമിയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ഷൂട്ട് പ്ലേസ്. ഇപ്പം നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞതാണ്. ഞാൻ മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം നിങ്ങൾ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് നമ്മളോട് പെട്ടെന്ന് ഇറങ്ങാനും പറഞ്ഞു. അങ്ങനെ നമ്മളിതാ പുറത്തിറങ്ങി ജസ്റ്റ് ആ വീടൊക്കെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതാ നമ്മൾ പോകട്ടോ. ഡയറ്റ് ചെയ്യുന്ന ഞാൻ ഈ കായപ്പോ കുത്തി കയറ്റുന്നത്. ആപ്പിളിന് മേലേക്ക് ഒരു വിത്തൗട്ട് ഷുഗറിലൊരു പൈനാപ്പിൾ ജ്യൂസും കൂടെ അങ്ങനെ കുടിച്ചിട്ട് അതവിടെ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പം നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരും. ബൈ.